ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മാജിക് ബുക്ക്. കൂടുതൽ PSC ക്ലാസ്സുകൾക്കും അപ്ഡേറ്റുകൾക്കും മാജിക് ബുക്ക് സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. നമ്മളെല്ലാ PSC ഉദ്യോഗാർത്ഥികൾക്കും ഉള്ള ഒരു സംശയമാണ് ഡിഗ്രി ലെവൽ പ്രിലിംസ് എക്സാമിൻ്റെയും LDC LGS മെയിൻസ് എക്സാമിൻ്റെയും സിലബസിലെ ഓരോ ടോപ്പിക്കും ഏതൊക്കെ SCRT പാഠങ്ങളാണ് എന്ന്. അപ്പോൾ നമ്മുടെ സിലബസിൽ ഒരു പ്രത്യേക ഓർഡർ അനുസരിച്ചാണ് ടോപ്പിക്കുകൾ കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ ആദ്യം കൊടുത്തിരിക്കുന്നത് ഹിസ്റ്ററിയാണ്. ഹിസ്റ്ററിയിൽ തന്നെ കേരള ഹിസ്റ്ററി, ഇന്ത്യൻ ഹിസ്റ്ററി, വേൾഡ് ഹിസ്റ്ററി അങ്ങനെ സബ് ഡിവിഷൻ കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഓരോ പാരഗ്രാഫ് ആക്കിയാണ് നമുക്ക് അവിടെ സിലബസ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ആ ഓരോ പാരഗ്രാഫിൽ കൊടുത്തേക്കുന്നതും ടോപ്പിക്ക് നമ്മുടെ SCRT ചാപ്റ്റേഴ്സ് ആണ്. അപ്പോൾ ആ സിലബസിലെ ഓർഡർ അനുസരിച്ച് ഞാനിവിടെ SCRTയുടെ ചാപ്റ്റേഴ്സ് അറേഞ്ച് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ SCRT ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്തിട്ട് ആ ഒരു ചാപ്റ്റർ നിങ്ങൾക്ക് വായിക്കാൻ പറ്റും. നമ്മൾ ഏതൊരു എക്സാം പ്രിപ്പയർ ചെയ്യുമ്പോഴും ആദ്യം നമ്മൾ കംപ്ലീറ്റ് ചെയ്യേണ്ടത് SCRT ടെക്സ്റ്റ് ബുക്കാണ്. ഇപ്പോൾ SCRT ടെക്സ്റ്റിൽ നിന്ന് കൂടുതൽ ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട് എന്നുള്ള കാര്യം കൂടി ഓർത്ത് വെച്ചേക്കാം. അപ്പോൾ അതിനർത്ഥം SCRT ടെക്സ്റ്റ് ബുക്ക് മാത്രം പഠിക്കണമെന്നല്ല, ആദ്യം നമ്മൾ SCRT ടെക്സ്റ്റ് ബുക്കാണ് പഠിച്ചു തീർക്കേണ്ടത്. അതിനുശേഷം റാങ്ക് ഫയലിലേക്കും മറ്റ് പുസ്തകങ്ങളിലേക്കും നിങ്ങൾ പോവുക. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം. ഇപ്പോൾ നിങ്ങളുടെ കയ്യിൽ സിലബസ് ഇരിപ്പുണ്ടെങ്കിൽ ആ സിലബസ് നിങ്ങളൊന്ന് നോക്കുക, നിങ്ങൾ സൈഡിലേക്കൊന്ന് വെച്ചേക്കാം. എന്നിട്ടൊരു നോട്ട്ബുക്കിൽ ഞാൻ ഈ പറഞ്ഞേക്കുന്ന കാര്യങ്ങളൊന്ന് എഴുതി വെക്കുക. ഇതൊരു ലിസ്റ്റാണ്. അപ്പോൾ നമ്മുടെ സിലബസിൽ നോക്കിക്കഴിഞ്ഞാൽ ഹിസ്റ്ററി 3 പാർട്ടായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുണ്ട്. അതിൽ കേരള ഹിസ്റ്ററി എന്ന് പറഞ്ഞിട്ട് ഒരു പാരഗ്രാഫ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൽ വരുന്ന ഏതൊക്കെ SCRT ചാപ്റ്റേഴ്സ് ആണ് എന്നാണ് ഞാൻ ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഞാനിവിടെ എഴുതിയേക്കുന്നത് ക്ലാസ് ചാപ്റ്റർ നെയിം എന്നാണ്. അതായത് 7-2 കച്ചവടത്തിൽ നിന്നും അധികാരത്തിലേക്ക്, 7ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ആണ് കച്ചവടത്തിൽ നിന്നും അധികാരത്തിൽ. അപ്പോൾ നമ്മൾ സിലബസ് സ്റ്റാർട്ട് ചെയ്യുമ്പം ആദ്യം പഠിക്കേണ്ട ചാപ്റ്റർ ഇതാണ്. ഇനി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുമ്പോൾ മലയാളം ഡൗൺലോഡ് ചെയ്യുക. 6ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ മധ്യകാല കേരളം. ഇതാണ് നമ്മൾ 2ാമത് പഠിച്ചു തീർക്കേണ്ട ചാപ്റ്റർ. ഇനി നമ്മൾ കേരള ഹിസ്റ്ററിയിൽ നിന്നും ബാക്കി പഠിക്കേണ്ട ചാപ്റ്റേഴ്സ് ആണ് അടുത്ത ഞാൻ പറയാൻ പോകുന്നത്. 7ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ നവകേരള സൃഷ്ടിക്കായി, 9ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ കേരളം 8ാം നൂറ്റാണ്ട് മുതൽ 18ാം നൂറ്റാണ്ട് വരെ, 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ കേരളം ആധുനികതയിലേക്ക്. അപ്പോൾ ഇത്രയും ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ നമ്മൾ കേരള ഹിസ്റ്ററി എന്ന് പറയുന്ന ഒരു സെക്ഷൻ അവിടെ കവർ ചെയ്യുകയാണ്. ഇനി ഇതുപോലെ ഓരോ സെക്ഷനും ഏതൊക്കെ ചാപ്റ്റേഴ്സ് വരും എന്ന് ഞാൻ അടുത്ത് പറയാം. ഇനി നമ്മുടെ കേരള ഹിസ്റ്ററി കഴിഞ്ഞിട്ട് നമ്മുടെ സിലബസിൽ കൊടുത്തിരിക്കുന്നത് ഇന്ത്യൻ ഹിസ്റ്ററിയാണ്. അപ്പോൾ ഇന്ത്യൻ ഹിസ്റ്ററിയിൽ എന്തൊക്കെ നോക്കണം എന്നാണ് പറയുന്നത്. 6ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ മധ്യകാല ഇന്ത്യ അധികാര കേന്ദ്രങ്ങൾ, 7ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ചെറുത്തുനിൽപ്പുകളും സ്വാതന്ത്ര്യവും, 7ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ഇന്ത്യ പുതുയുഗത്തിലേക്ക്, 7ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ ഗാന്ധിജിയും സ്വാതന്ത്ര്യ സമരവും, 10ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും, 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ സംസ്കാരവും ദേശീയതയും, 10ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ സമരവും സ്വാതന്ത്ര്യവും, 10ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ സ്വാതന്ത്ര്യാനന്തര ഇന്ത്യ. അപ്പോൾ ഇത്രയും SCRT ചാപ്റ്റേഴ്സ് പഠിക്കുമ്പോൾ നമുക്ക് ഇന്ത്യൻ ഹിസ്റ്ററി എന്ന് പറയുന്ന സെക്ഷൻ കവർ ആവും. ഇനി നമ്മുടെ സിലബസിലെ അടുത്ത ഭാഗമാണ് വേൾഡ് ഹിസ്റ്ററി. അപ്പോൾ വേൾഡ് ഹിസ്റ്ററിയിൽ നിന്ന് നമ്മൾ ഏതൊക്കെ SCRT ചാപ്റ്റേഴ്സ് പഠിക്കണമെന്ന് നോക്കാം. 6ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ മധ്യകാല ലോകം, 9ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ മധ്യകാല ലോകം അധികാര കേന്ദ്രങ്ങൾ, 9ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ കിഴക്കും പടിഞ്ഞാറും വിനിമയങ്ങളുടെ കാലഘട്ടം, 10ാം ക്ലാസ്സിലെ 1ാമത്തെ ചാപ്റ്റർ ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ, 10ാം ക്ലാസ്സിലെ 2ാമത്തെ ചാപ്റ്റർ ലോകം 20ാം നൂറ്റാണ്ട്. അപ്പോൾ ഇതോടുകൂടി നമ്മുടെ ഹിസ്റ്ററി എന്ന ഒരു പോർഷനിൽ നിന്ന് നമ്മൾ SCRT പഠിക്കേണ്ട ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് കംപ്ലീറ്റ് ഞാൻ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ്. ഇനി നമുക്ക് ജോഗ്രഫിയിലേക്ക് വരാം. അപ്പോൾ ജോഗ്രഫിയും 3 സബ് ഡിവിഷൻസ് ആണ് സിലബസ് കൊടുത്തിരിക്കുന്നത്. ഒന്നാമത്തേത് ബേസിക്സ് ഓഫ് ജോഗ്രഫി. അപ്പോൾ ബേസിക്സ് ഓഫ് ജോഗ്രഫിയിൽ നമ്മൾ പഠിക്കേണ്ടത് 6ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്ററായ ഭൂമി കഥയും കാര്യവും, 6ാം ക്ലാസ്സിലെ 12ാം ചാപ്റ്റർ പ്രകൃതിയുടെ വരദാനം, 7ാം ക്ലാസ് 7ാമത്തെ ചാപ്റ്റർ ഭൂമിയും ജീവലോകവും,
8ാം ക്ലാസ് 3ാമത്തെ ചാപ്റ്റർ ഭൗമരഹസ്യങ്ങൾ തേടി. 8ാം ക്ലാസ് 10ാമത്തെ ചാപ്റ്റർ ഭൂമിയുടെ പുതപ്പ്. 9ാം ക്ലാസ് 4ാമത്തെ ചാപ്റ്റർ പ്രകൃതിയുടെ കൈകളാൽ. 8ാം ക്ലാസ് 12ാം ചാപ്റ്റർ ഭൂമിയിലെ ജലം. 9ാം ക്ലാസ് 1ാമത്തെ ചാപ്റ്റർ സർവവും സൂര്യനാൽ. 9ാം ക്ലാസ് 2ാമത്തെ ചാപ്റ്റർ കാലത്തിൻ്റെ കയ്യൊപ്പുകൾ. 9ാം ക്ലാസ് 7ാമത്തെ ചാപ്റ്റർ സുരക്ഷിതമായ നാളേക്ക്. ഇനി 10ാം ക്ലാസ് 1ാമത്തെ ചാപ്റ്റർ ഋതുഭേദങ്ങളും സമയവും. 10ാം ക്ലാസ് 2ാമത്തെ ചാപ്റ്റർ കാറ്റിൻ്റെ ഉറവിടം തേടി. 7ാം ക്ലാസ് 6ാമത്തെ ചാപ്റ്റർ ഭൂപടങ്ങളുടെ പൊരുൾ തേടി. 10ാം ക്ലാസ് 4ാമത്തെ ചാപ്റ്റർ ഭൂതല വിശകലനം ഭൂപടങ്ങളിലൂടെ. 8ാം ക്ലാസ് 6ാമത്തെ ചാപ്റ്റർ ഭൂപടങ്ങൾ വായിക്കാം. 5ാം ക്ലാസ് 6ാം ചാപ്റ്റർ വൻകരകളും സമുദ്രങ്ങളും. 7ാം ക്ലാസ് 12ാം ചാപ്റ്റർ സൗരതാപനവും അന്തരീക്ഷ സ്ഥിതിയും. 9ാം ക്ലാസ് 5ാമത്തെ ചാപ്റ്റർ സമുദ്രവും മനുഷ്യനും. അപ്പോൾ ഇതോടുകൂടി ബേസിക്സ് ഓഫ് ജോഗ്രഫി കഴിഞ്ഞു. ഇനി നമുക്ക് ജോഗ്രഫിയിൽ തന്നെ മറ്റ് 2 സബ് ഡിവിഷൻസ് കൂടിയുണ്ട്. അതായത് ഇന്ത്യൻ ജോഗ്രഫി, കേരള ജോഗ്രഫി. അപ്പോൾ നമുക്ക് ആദ്യം ഇന്ത്യൻ ജോഗ്രഫി നോക്കാം. ഇനി നമ്മൾ ഇന്ത്യൻ ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ 5ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്റർ നമ്മുടെ ഇന്ത്യ. 6ാം ക്ലാസ്സിലെ 6ാമത്തെ ചാപ്റ്റർ വൈവിധ്യങ്ങളുടെ ലോകം. 7ാം ക്ലാസ്സിലെ 13ാം ചാപ്റ്റർ ഇന്ത്യയിലൂടെ. 10ാം ക്ലാസ്സിലെ 7ാം ചാപ്റ്റർ വൈവിധ്യങ്ങളുടെ ഇന്ത്യ. ഇത്രയും പഠിക്കണം. കേരള ജോഗ്രഫിയിലേക്ക് വരുമ്പോൾ 10ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ കേരളം ആധുനികതയിലേക്ക്. 5ാം ക്ലാസ്സിലെ 10ാം ചാപ്റ്റർ കേരളക്കരയിൽ. 6ാം ക്ലാസ്സിലെ 3ാം ചാപ്റ്റർ കേരളം മണ്ണും മഴയും മനുഷ്യനും. 6ാം ക്ലാസ്സിലെ 9ാം ചാപ്റ്റർ മധ്യകാല കേരളം. ഇനി നമുക്ക് എക്കണോമിക്സിലേക്ക് വരാം. എക്കണോമിക്സിൽ പഠിക്കാനുള്ളത് 7ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ സാമ്പത്തിക സ്രോതസ്സുകൾ. 8ാം ക്ലാസ്സിലെ 11ാമത്തെ ചാപ്റ്റർ ഇന്ത്യയും സാമ്പത്തിക ആസൂത്രണവും. 9ാം ക്ലാസ്സിലെ 3ാം ചാപ്റ്റർ ദേശീയ വരുമാനം. 9ാം ക്ലാസ്സിലെ 6ാം ചാപ്റ്റർ സാമ്പത്തിക വളർച്ചയും സാമ്പത്തിക വികസനവും. 10ാം ക്ലാസ്സിലെ 3ാം ചാപ്റ്റർ മാനവ വിഭവശേഷി വികസനം ഇന്ത്യയിൽ. 8ാം ക്ലാസ്സിലെ 7ാമത്തെ ചാപ്റ്റർ സമ്പദ് ശാസ്ത്ര ചിന്തകൾ. 9ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ സമ്പദ് വ്യവസ്ഥയും സാമ്പത്തിക നയങ്ങളും. 10ാം ക്ലാസ്സിലെ 5ാമത്തെ ചാപ്റ്റർ പൊതുചെലവും പൊതുവരുമാനവും. 10ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ ധനകാര്യ സ്ഥാപനങ്ങളും സേവനങ്ങളും. അടുത്തത് സിവിക്സിലേക്ക് നമ്മൾ വരികയാണ്. അപ്പോൾ ഇവിടെ പഠിക്കാനുള്ളത് 10ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ പൊതുഭരണം. 6ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ ഉൽപാദന പ്രക്രിയയിലൂടെ. 10ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ രാഷ്ട്രവും രാഷ്ട്രതന്ത്ര ശാസ്ത്രവും. 10ാം ക്ലാസ്സിലെ 10ാം ചാപ്റ്റർ പൗരബോധം. അടുത്തത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് പഠിക്കാനുള്ളത് 7ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ നമ്മുടെ ഭരണഘടന. 9ാം ക്ലാസ്സിലെ 3ാമത്തെ ചാപ്റ്റർ ഇന്ത്യൻ ഭരണഘടന അവകാശങ്ങളും കർത്തവ്യങ്ങളും. 5ാം ക്ലാസ്സിലെ 9ാമത്തെ ചാപ്റ്റർ ജനങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി. 8ാം ക്ലാസ്സിലെ 4ാമത്തെ ചാപ്റ്റർ നമ്മുടെ ഗവൺമെൻറ്. 9ാം ക്ലാസ്സിലെ 8ാമത്തെ ചാപ്റ്റർ തെരഞ്ഞെടുപ്പും ജനാധിപത്യവും. 6ാം ക്ലാസ്സിലെ 10ാമത്തെ ചാപ്റ്റർ ജനാധിപത്യവും അവകാശങ്ങളും. 10ാം ക്ലാസ്സിലെ 10ാം ചാപ്റ്റർ പൗരബോധം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഞാൻ 5ാം ക്ലാസ് മുതൽ 10ാം ക്ലാസ് വരെയുള്ള സോഷ്യൽ സയൻസ് SCERT ടെക്സ്റ്റ് ബുക്കുകളിലെ കംപ്ലീറ്റ് കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട ഇത്ര മാത്രം, ഈ പറഞ്ഞേക്കുന്ന ചാപ്റ്റേഴ്സിൻ്റെ ലിസ്റ്റ് കറക്റ്റായിട്ട് നിങ്ങൾ എഴുതിയെടുക്കുക. സമഗ്ര എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്ക് സൈറ്റിൽ നിന്നോ അല്ലെങ്കിൽ സമഗ്ര എന്ന് പറയുന്ന ആപ്പിൽ നിന്നോ നിങ്ങൾ ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്ത് പഠിക്കുക. ഇനി നമുക്ക് SCERT ടെക്സ്റ്റിൽ നിന്ന് വളരെ കുറച്ച് ഫാക്ട്സ് മാത്രമേ കിട്ടത്തുള്ളൂ. കൂടുതൽ കാര്യങ്ങൾക്കായിട്ട് നമ്മൾ റാങ്ക് ഫയൽ നോക്കുക, PSC ബുള്ളറ്റിൻ പോലെയുള്ള മറ്റ് സപ്ലിമെൻറ്റ്സ് കൂടി നോക്കുക. എന്തായാലും കുറേ ചോദ്യങ്ങൾ നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്കിൽ നിന്നും വരാൻ പോകുന്ന എക്സാമുകൾക്ക് പ്രതീക്ഷിക്കാം. ഇനി ഞാൻ ഡിഗ്രി ലെവൽ പ്രിലിംസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഡിഗ്രി ലെവൽ മെയിൻസ് വരുമ്പോൾ നമുക്ക് +1 +2 കുറേ സെക്ഷൻസ് കൂടി നമുക്ക് റെഫർ ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ അതിനെ ബേസ് ചെയ്ത് ഞാൻ പിന്നീട് മറ്റൊരു വീഡിയോ ചെയ്യാം. അതുപോലെ തന്നെ മറ്റൊരു കാര്യം എനിക്ക് പറയാനുള്ളത് 2020 PSC ബുള്ളറ്റിൻ മന്ത്ലി വൈസ് നമ്മുടെ ക്ലാസ് നമ്മുടെ യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൂടി കാണുക, സപ്പോർട്ട് ചെയ്യുക. ഇപ്പോൾ 2020 ജാനുവരി, ഫെബ്രുവരി, മാർച്ച് ഈ 3 മാസങ്ങളിലെയും PSC ബുള്ളറ്റിൻ കറണ്ട് അഫേഴ്സ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷന് താഴെ കൊടുത്തിട്ടുണ്ട്.
അപ്പോൾ അതും കൂടി എല്ലാവരും ഒന്ന് കാണുക, സപ്പോർട്ട് ചെയ്യുക. കൂടുതൽ അപ്ഡേറ്റുകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോയുമായി അടുത്ത പ്രാവശ്യം കാണാം. താങ്ക്